കാലാനുസൃതമായ മാറ്റങ്ങൾക്കൊപ്പം കായിക മേഖലയെ വളർത്താൻ സംസ്ഥാന സർക്കാരിന് സാധ്യമായെന്ന് മന്ത്രി അബ്ദുൾ റഹ്മാൻ. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിന്റെ സിന്തറ്റിക് ട്രാക്ക് ഉദ്ഘാടനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ 26ാമത് സിന്തറ്റിക് ട്രാക്കാണ് ഉദ്ഘാടനം ചെയ്തത്. ഒളിമ്പ്യൻ സുരേഷ് ബാബു മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ 1ാം ഘട്ട നിർമ്മാണം പൂർത്തിയായി. 45 കോടി രൂപയാണ് വിനിയോഗിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇൻഡോർ സ്റ്റേഡിയത്തോട് ചേർന്ന് കായിക താരങ്ങൾക്കായി ഹോസ്റ്റൽ കൂടി നിർമ്മിക്കും. മറ്റ് വകുപ്പുകളുമായി ചേർന്ന് 5000 കോടി രൂപ കായിക അടിസ്ഥാന സൗകര്യ വികസനത്തിനായി വിനിയോഗിച്ചതായും മന്ത്രി പറഞ്ഞു. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിന്റെ സിന്തറ്റിക് ട്രാക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കായിക താരങ്ങൾക്ക് ജന്മം നൽകിയ ഒരു നാടാണ് കൊല്ലം. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ എന്നും ഓർക്കുന്ന ഒരാളാണ് ഒളിമ്പ്യൻ സുരേഷ് ബാബു. അതൊരു ഇതിഹാസ താരമായി തന്നെ രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ ഒരു കായിക താരമാണ്. അതുകൊണ്ട് തന്നെയാണ് കൊല്ലത്തെ ഒരു മൾട്ടി കോംപ്ലക്സ് സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് ആ സ്റ്റേഡിയത്തിന് ഉണ്ടാവണമെന്ന് സർക്കാർ തീരുമാനിച്ചത്. അതിൽ ഫുട്ബോൾ ടർഫുകളുണ്ട്, സിന്തറ്റിക് ട്രാക്കുകളുണ്ട്, സ്വിമ്മിംഗ് പൂളുകളുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 10 കോർട്ടുകളെങ്കിലും ഓരോ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഉണ്ട്. ആ രീതിയിലാണ് അതിനെ പണിതുള്ളത്. അവിടെ സംസ്ഥാനത്ത് മുനിസിപ്പൽ മേഖലയിൽ 32 കായിക സമുച്ചയങ്ങളും താലൂക്ക് അടിസ്ഥാനത്തിൽ 350 കായിക സമുച്ചയങ്ങളും നിർമ്മിച്ചു. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിൽ 154 മൈതാനങ്ങൾക്ക് അനുമതിയായതായും മന്ത്രി കൂട്ടിച്ചേർത്തു. എം നൌഷാദ് MLA അധ്യക്ഷത വഹിച്ചു. ഇന്നൊരു ജില്ലാ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനമുണ്ട്. നമുക്ക് അത് ഉദ്ഘാടനം നടത്താൻ കഴിയാതെ പോയതിന്റെ കാരണവും ഇവിടെ പറഞ്ഞു. അത് പൂർത്തീകരിച്ചിട്ട് ഉദ്ഘാടനം മതി എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് ആ ഉദ്ഘാടനം നീണ്ടുപോകുന്നത്. ആ ഫ്ലോർ ഒഴിച്ചുള്ള എല്ലാ പണികളും സ്റ്റേഡിയത്തിന്റെ പൂർത്തിയായിട്ടുണ്ട്. അപ്പൊ അതില് ജില്ലാ സ്റ്റേഡിയം ജില്ലയ്ക്ക് ഒരു സ്റ്റേഡിയമാണ്. ജില്ലയ്ക്ക് ഒരു സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ പട്ടണത്തിന്റെ നടുക്ക് തന്നെ വേണമെന്ന് ഇല്ല. ജില്ലയുടെ ഏത് ഭാഗത്തേക്കും അത് പോകാം. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റിനും എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എക്സ് ഏണസ്റ്റ്, വൈസ് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ, മുൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ രാമഭദ്രൻ, കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ എസ് ജയമോഹൻ, ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് ബി പ്രേമാനന്ദ്, ജില്ലാ ടെന്നീസ് അസോസിയേഷൻ പ്രസിഡന്റ് പീറ്റർ ഓസ്റ്റിൻ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി വി ശ്രീകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.